ഒരുപാട് സന്തോഷത്തോടെ നമസ്കാരം. ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് കുഞ്ഞൂട്ടനും കുഞ്ഞൂട്ടൻ്റെ കൂട്ടുകാർക്കും ഇഷ്ടപ്പെടുന്ന കുറച്ച് പുസ്തകങ്ങളെ പരിചയപ്പെടുത്താനാണ്. ആദ്യത്തേത് മഹാകവി വള്ളത്തോൾ കുഞ്ഞുങ്ങൾക്കായിട്ട് എഴുതിയ ബാലകവിതകളുടെ ഒരു ചെറിയ പുസ്തകമാണ്. നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ച പ്രഭാതഗീതം, എൻ്റെ ഗുരുനാഥൻ അടക്കമുള്ള ഒരു ചിത്രം അടക്കമുള്ള കവിതകൾ നിറഞ്ഞ പുസ്തകമാണ്. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് കവിത അത് പരിചയപ്പെടുത്തുന്നത്, കവിതയിലെ ലാളിത്യം പരിചയപ്പെടുത്തുന്ന വരികളാണ്. അതാണ് ആദ്യമേ ഈ ഒരു പുസ്തകം തിരഞ്ഞെടുത്തത്. പിന്നെയുള്ളൊരു പുസ്തകം നേരത്തെ പറഞ്ഞിരുന്നതാണ്. ഇത് കുഞ്ഞുണ്ണി മാഷിൻ്റെ ചെറിയ കുട്ടി കവിതകൾ എന്ന പുസ്തകമാണ്. ഒരു പുസ്തകം നമുക്കറിയാം, കുഞ്ഞുണ്ണി മാഷിൻ്റെ കുഞ്ഞു വരികൾ, ആ വരികളെല്ലാം ഏറ്റവും ലളിതമായ രീതിയിൽ അടങ്ങിയിരിക്കുന്ന ആ വരികളെല്ലാം ചിത്രങ്ങളോടൊപ്പം ഉള്ളടക്കത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു വളരെ ചെറിയൊരു പുസ്തകമാണ്. കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടും, കവിതയെ ഇഷ്ടപ്പെടാൻ സഹായിക്കുന്ന ഒരു കുഞ്ഞു പുസ്തകം. പിന്നെ നമ്മുടെ മലയാളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കവി, ജനകീയനായ കവി, നമ്മുടെ പ്രിയപ്പെട്ട ചങ്ങമ്പുഴ കുഞ്ഞുങ്ങൾക്കായി എഴുതിയിരിക്കുന്ന കുറേ കുഞ്ഞി കവിതകൾ, അതിൻ്റെ സമാഹാരമാണ് ഈ ഒരു ചങ്ങമ്പുഴയുടെ ബാലകവിതകൾ എന്ന ഈ ഒരു ചെറിയ പുസ്തകം. ഇതിൽ നമ്മൾ പഠിച്ച ആരു വാങ്ങും ഇന്ന് ആരു വാങ്ങുമീ, ആരാമത്തിലെ രോമാഞ്ചം തുടങ്ങിയ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന, കുഞ്ഞുങ്ങൾക്ക് ചൊല്ലി നടക്കാൻ ഉതകുന്ന കവിതകളാണ് ഈ ചെറിയ പുസ്തകത്തിലുള്ളത്. കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ കവിതകളാണ്. വളരെ രസകരമായ കവിതകളാണ്. പണക്കിരി, ഇച്ഛാഭംഗം, കാക്ക, കാലമില്ലാത്ത കാലം തുടങ്ങിയ നമ്മളുടെ ബാല്യത്തിൽ നമ്മൾ ചൊല്ലി നടന്ന ആ രസകരമായ തുള്ളൽ കവിതകളുടെ സമാഹാരം. അടുത്ത പുസ്തകം എല്ലാവർക്കും അറിയാവുന്നതാണ്, നന്ദനാരുടെ ഉണ്ണിക്കുട്ടൻ്റെ ലോകമെന്നത്. ഇത് തുമ്പി. ഇത് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല കേട്ടോ, നമുക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു പുസ്തകമാണ്. ചെടികളും തൊടികളും വേട്ടാളൻ കൂടുകളും മരങ്ങളും മൃഗങ്ങളും പക്ഷികളും ഉണ്ണിക്കുട്ടനോട് വർത്തമാനങ്ങൾ പറയുന്നു. അവയുടെ പുഞ്ചിരിയിലൂടെ കിന്നാരത്തിലൂടെ ഉണ്ണിക്കുട്ടൻ്റെ ലോകം വളരുകയാണ്. ഇത് ബാല്യത്തിൻ്റെ ഓർമ്മ കൂടി പേർന്നൊരു പുസ്തകമാണ്. അല്പം വലിയ പുസ്തകമാണെങ്കിലും അത്രമേൽ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ്. തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾക്ക് വായിച്ചു കൊടുക്കേണ്ട പുസ്തകമാണ്. ഒപ്പം നമ്മൾ വായിക്കേണ്ടിയിരുന്ന പുസ്തകം കൂടിയാണ്. അതെ. ഇനിയുള്ളത് സുമംഗല മുത്തശ്ശി എന്നാണ് പറയുന്ന കുഞ്ഞുങ്ങൾ. സുമംഗല മുത്തശ്ശിയുടെ നെയ്പായസം. ഇത് കവിതകളല്ല, കഥകളാണ്. കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ കഥകളുടെ സമാഹാരമാണ്. നെയ്പായസവും പ്രതികാരം, പൂക്കളുടെ മറവിൽ തുടങ്ങിയ കുഞ്ഞി കഥകളുടെ സമാഹാരമാണ് നെയ്പായസം. പിന്നെ ഇത് അല്പം വലിയൊരു പുസ്തകമാണ്. കുഞ്ഞുങ്ങൾക്കും പറ്റും, നമുക്കും പറ്റും. കുഞ്ഞുണ്ണി മാഷിൻ്റെ സമ്പൂർണ്ണമായ കവിതകളാണ് ഇതിൽ. കൊച്ചു കുട്ടികൾക്കും അതേപോലെ തന്നെ നമുക്കും മനസ്സിലാവുന്ന, നമ്മൾ മനസ്സിലാക്കേണ്ട ചെറിയ വരികളിൽ വലിയ ആശയത്തെ നിറച്ചിരിക്കുന്ന പുസ്തകമാണ് കുഞ്ഞുണ്ണി കവിതകൾ എന്ന ഈ ഒരു പുസ്തകം. 10ാമത്തെ പതിപ്പാണ്. അപ്പോൾ തുടർന്നും പുതിയ പുസ്തകങ്ങളുമായിട്ട് കണ്ടുമുട്ടാം. എല്ലാവർക്കും സ്നേഹത്തോടെ നമസ്കാരം.